അപ്പൊ നിങ്ങൾ ഒരുമിച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരുമിച്ച് ഒരു പ്രോഗ്രാമാണോ അതോ ഒരേപോലെ ലൈക്ക് ഒരു സ്റ്റേജിൽ പല പ്രാവശ്യമായിട്ട് വർക്ക് ചെയ്യുന്നതാണോ എങ്ങനെയാണ്? എന്താണ് ഉദ്ദേശിച്ചത്? എനിക്ക് തന്നെ അറിയാം. അതായത് ചില ആളുകൾ ചോദിക്കില്ലേ സദ്യയില് ആർക്കും സെപ്പറേറ്റ് കൊടുക്കണ്ട, വേറെ വേറെ കൊടുത്താൽ മതി എന്ന് പറഞ്ഞ കാര്യമാണ്. ആർക്കും സെപ്പറേറ്റ് കൊടുക്കരുത്. ഒരാൾ പാട്ട് പാടുന്നു, ഒരാൾ വേറൊരു കാര്യം ചെയ്യുന്നു. അല്ല, ഞങ്ങളുടെ പ്രോഗ്രാം ചെറിയ പ്രായത്തിൽ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുമല്ലോ, അത്രയും വലിയൊരു മണ്ടത്തരം ചോദ്യം. ഓർമ്മയുണ്ടോ ഈ മുഖങ്ങൾ? ഓർമ്മയുണ്ട്. ആ സമയത്തൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ പറയട്ടെ, ഞങ്ങൾ ചെയ്തിരുന്നപ്പോൾ സ്കിറ്റ് ഒരുമിച്ച് കളിക്കുമായിരുന്നു. പിന്നെ മ്യൂസിക് ഐറ്റംസ്, അതായത് ഇൻസ്ട്രുമെന്റ് കംപ്ലീറ്റ് വായ കൊണ്ട് ചെയ്തിട്ടുള്ള കച്ചേരി, പിന്നെ എന്താണ് മിമിക്സ് ഗാനമേള ഫസ്റ്റ് തുടങ്ങുന്നത് ഞങ്ങളാണ്. പലരും അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഇല്ലില്ല, അങ്ങനെയൊന്നും ആരും അവകാശപ്പെടുന്നില്ല. അല്ല, വേറെ ചില അതൊക്കെ വെറുതെ ഞാൻ നിന്നെ സൂപ്പിക്കാൻ വേണ്ടിട്ട് പറഞ്ഞു. നീ അതിന് കയറി പിടിച്ചിട്ട് എന്തെങ്കിലും ഒന്ന് പറയുന്ന വായ വെച്ചിട്ട് എന്താ ചെയ്യാ? വായ വെച്ചിട്ട് മെയിൻ ആയിട്ട് ഞങ്ങൾ ആഹാരം കഴിക്കും. അതിനുവേണ്ടിയാണ് ഈ മിമിക്രി ചെയ്യുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള അതല്ല, അന്ന് ഈ സ്കിറ്റ് കാര്യങ്ങളൊന്നും ഇപ്പോ ഓർമ്മയില്ല. അന്ന് ഞാനും അബിയും കൂടി നമ്മളുടെ ഒരു സെറ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങള് പരേഡായിട്ട് കളിക്കുകയാണെങ്കിൽ ഞങ്ങളൊരു 5 പേരാണ്. ഇനി അതല്ല, ചിലപ്പോൾ മാട്ടയായിട്ടൊക്കെ പോകും. അങ്ങനെയാണെങ്കിലും ഞങ്ങളുടെ ഒരു മെയിൻ ഐറ്റം ഉണ്ട്. ഞങ്ങൾ 3 ആള് പോയാലും ഈ പറഞ്ഞ മാതിരി ഒരു കച്ചേരി എന്ന് പറഞ്ഞ ഒരു ഐറ്റം ഉണ്ട്. നിങ്ങൾക്ക് മാത്രം ചെയ്യണം, അത് ഞാൻ ഹെൽപ്പ് ചെയ്യേണ്ടി വരും അതില്? അപ്പൊ പിന്നെ അത് കൊളാക്കാൻ എന്താ ചെയ്യാ? കച്ചേരിയിൽ എന്താ എന്തെങ്കിലും ചെയ്യോ? ഞാൻ ആസ്വദിക്കാൻ. ആസ്വദിക്കാൻ അറിയാല്ലേ? താളോട്ടരാ സംഗീതമൊക്കെ പഠിച്ചിട്ടുണ്ട്. എങ്ങനെ താളിടണമെന്ന് പറഞ്ഞ 1 2 3 4 5 6 ഇത് 8 വരെ പോരാ, 100 വരെ എണ്ണണം. മ്യൂസിക്കിൽ അങ്ങനെയാണ്. ഈ മുകേഷ് ഏട്ടൻ എൻ്റെ അടുത്ത് വെച്ച് ഒരു പ്രാവശ്യം ഞാൻ ഈ സ്റ്റേജിൽ എന്നിട്ട് 1 2 1 2 3 4 എന്ന് പറഞ്ഞ് കൗണ്ട് ചെയ്ത് കൊടുക്കുന്ന മുകേഷ് ഏട്ടൻ, ഇവിടെ നിനക്ക് ഈ 4 പേര് എണ്ണ അറിയാമുള്ളൂ, അത് കഴിഞ്ഞിട്ട് നീ എല്ലായിടത്തും നീ അത് ഇല്ല. ഇത് നമ്മളെന്ന് പറഞ്ഞാൽ മലയാളികൾക്ക് അത്രയല്ലേ സംഗീതത്തിൽ വിവരമുള്ളൂ. ഇംഗ്ലീഷ് പഠിച്ചിട്ടുണ്ടല്ലേ? ഇംഗ്ലീഷ് സംഗീതം പഠിച്ചിട്ടില്ലേ? അതാണ് 100 കർണാടക സംഗീതം കർണാടകയിൽ പോയി അല്ല കർണാടക സംഗീതം പഠിച്ചു. ചെറുപ്പത്തിലേ ഞാൻ പഠിച്ചിട്ടുണ്ട്. സാരിഗമ എത്രയുണ്ട്? സരിഗമ പദനിസ എത്ര അക്ഷരം? അങ്ങനെയൊക്കെ ചോദിച്ചാൽ എനിക്ക് 7 സ്വരങ്ങളാണെന്ന് മാത്രം എനിക്ക്. ഷഡ്ജം എന്ന് പറഞ്ഞാൽ എന്താ? അതൊക്കെ ഇവിടെ പറയാൻ പറ്റുമോ? പാടുമ്പോ ഷഡ്ജം ഇടാറുണ്ടോ? അഭി ഉദ്ദേശിക്കുന്ന ഇവനോട് ചോദിക്കണം, ഇവനാണ് പാട്ടിന്റെ ആള്. ഞാൻ ഷഡ്ജം ഇടാറില്ല. ഷഡ്ജം എന്ന് പറഞ്ഞിട്ട് കളിയാക്കി പലരും. ഇപ്പൊ നമ്മൾ ഷഡ്ജം എന്ന് പറഞ്ഞാൽ സ എന്ന് പറയുന്നത് ഷഡ്ജം, ഋഷഭം, ഗാന്ധാരം, മധ്യമം, പഞ്ചമം, ഇതൊക്കെ എനിക്കറിയായിരുന്നു. അതായത് സ രി ഗ മ പ, ധൈവതം, നിഷാദം. അപ്പൊ ഈ ക്ഷേത്രജ്ഞ അതെന്തായിരുന്നു? അമ്പത്താറ് അക്ഷരം വെസ്റ്റേണിലാണ് അത്. അങ്ങനെ